പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് പിണറായി വിജയൻ നമ്മുടെ പി ദിവ്യയെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. CPM-ന്റെ പുറകെ നമ്മുടെ മുഖ്യമന്ത്രിയും ആ ഒരു വിഷയത്തെ ADM നവീൻ ബാബുവിന്റെ വിഷയത്തില് പി ദിവ്യയെ തള്ളി. ഇനി അവർ എന്ത് ചെയ്യുന്നു ഒരു പിടിയും. നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. പല പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നൊരു വിഷയം മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. അവനവൻ ചെയ്യുന്ന കുറ്റത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന രീതിയിൽ. കാരണം അതിന്റെ ഇനി ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അന്വേഷണം നെഗറ്റീവ് ആണെങ്കിൽ ഓൾറെഡി CPM എന്ന പാർട്ടിക്ക് അത് തള്ളിക്കളഞ്ഞല്ല പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പല സാഹചര്യങ്ങളിലും സംരക്ഷിക്കേണ്ടതില്ലേ? പല സാഹചര്യങ്ങളിലും നമ്മുടെ പാർട്ടി അംഗങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള കാലങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊരു പുതിയ സംഭവം തന്നെയാണ്. കാരണം ഇത്ര വിശാലമായി തള്ളിക്കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ സംഭവം തന്നെയാണ്. ബാക്കി ചേർത്ത് പിടിക്കാൻ പറ്റുന്നതിന് അത്രയും മാക്സിമം ചേർത്ത് പിടിച്ചു. നമ്മുടെ മുകേഷിന്റെ കുറ്റം ഇത്ര ഇതായിട്ട് പോലും നമ്മൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ MLA ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോഴേക്കും കുറ്റപത്രം നെഗറ്റീവ് ആണെങ്കിൽ അപ്പം തള്ളും. ആ നിമിഷം തന്നെ തള്ളിക്കളയും. ആ ഒരു രീതിയിൽ അപ്പൊ കുറ്റപത്രം വന്നതിന് ശേഷം തള്ളാൻ വേണ്ടിട്ട് നമ്മളിപ്പോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ. ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് മുകേഷിനെ CPM തള്ളിക്കളയുന്നതായിരിക്കാം. CPI ഇതിനെതിരെ വിമർശിച്ചതിന് ശേഷവും CPM-ന്റെ ഒരു പ്രതികരണത്തിനായിട്ട് അപ്പോഴും CPM നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന രീതിയിൽ പുറമേ നമ്മൾ പറയും CPM എപ്പോഴും മരണപ്പെട്ട ആളുടെ ഒപ്പമാണ്, ഞങ്ങൾ അവരുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പി ദിവ്യ കാണാതെ പോയല്ലോ. അറസ്റ്റ് ചെയ്യാൻ തന്നെ എത്ര താമസിച്ചു. അറസ്റ്റ് ചെയ്തതിന് ശേഷം വേഗം പുറത്തിറക്കാനുള്ള പിന്നെ നടപടികളായിരുന്നു. എങ്ങനെ പുറത്തിറക്കാം, അതിന് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൂട്ടം പാർട്ടി നേതാക്കൾ വീടിന് കാവല് നിൽക്കുക, കുറ്റവാളികൾക്ക് കാവല് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറ്റം ചെയ്തവർ എപ്പോഴും ശിക്ഷിക്കപ്പെടണ്ടേ? അല്ല, ഒന്ന് ആലോചിച്ചു. കണ്ണൂരാണ് സ്ഥലം. കണ്ണൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ കോട്ട തന്നെയാണ്. പക്ഷെ അതിന് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ഇപ്പോൾ BJP അപ്രമാദിത്യമായിട്ട് കടന്നുകയറ്റം വരുന്നുണ്ട്. കാരണം BJP-യുടെ വോട്ടിന്റെ ഷെയർ ഡബിൾ ആയിട്ടുണ്ട് ഈ സമയങ്ങളിൽ. കണ്ണൂരിനെ പോലെ CPM-നെ അത്രത്തോളം സഹായിക്കുന്ന CPM മെജോറിറ്റി ഉള്ളൊരു ജില്ല എന്ന് പറയുന്നത് ഇല്ല. ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ CPM-ന്റെ പ്രവർത്തകരുള്ളതും അനുഭാവികളുള്ളതും ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ളതും പിണറായി വിജയൻ ആണെങ്കിലും ജയരാജൻ ആണെങ്കിലും ഗോവിന്ദൻ മാഷ് ആണെങ്കിലും അങ്ങനെ നിരവധി പേരുള്ള ഒരു എല്ലാവരും കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം കണ്ണൂർ ഒരു വലിയൊരു കോക്കസ് ആണ്. CPM-നെ സംബന്ധിച്ച് കേരള രാഷ്ട്രത്തിൽ കണ്ണൂർ എന്ന് പറയുന്നത് ഒരു കോക്കസ് ആണ്. എല്ലാ പ്രധാനപ്പെട്ട ആളുകളും കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം കണ്ണൂർ അവരുടെ കോക്കസിനകത്തുള്ള ഒരു നേതാവായിരുന്നു ഈ പി ദിവ്യ. അത് മാത്രമല്ല, കാരണം ഇനി തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. നിലമ്പൂർ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കുറ്റപത്രത്തിലൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതൊരു വിഷയമായി വരില്ലേ? കാരണം കുറ്റവാളികളെ എപ്പോഴും, കാരണം തന്റെ പാർട്ടിയിലാണെങ്കിൽ കുറ്റവാളികളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് കുറ്റവും ചെയ്യാം. ആ ഒരു രീതിയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇതൊരു ചർച്ചാ വിഷയമാവും. അപ്പൊ ഇതൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു മുന്നോട്ട് വയ്പ് ആയിരിക്കൂടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ADM നവീൻ ബാബുവിനെ പോലെ ഒരാൾ ആത്മഹത്യയും അദ്ദേഹം എത്രത്തോളം വിഷമം സഹിച്ചിട്ടായിരിക്കും. കാരണം അദ്ദേഹം ചെയ്യാത്തൊരു കാര്യത്തിന് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിനെ ഒരു കള്ളനായി ചിത്രീകരിച്ച് അദ്ദേഹത്തിനെ അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക വിഷമം അത്രത്തോളം ഉണ്ടായതുകൊണ്ടായിരിക്കത്തില്ല അദ്ദേഹം സ്വന്തം ജീവൻ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹം ചെയ്യാത്ത കാര്യത്തിനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സീൻ അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് പി ദിവ്യ തന്നെയാണ്. കാരണം പി ദിവ്യ ആരും അവിടെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് പി ദിവ്യ അവിടെ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്ത കാര്യമാണ്. ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ കരുവാക്കുമായിരുന്നു. അദ്ദേഹം ഇവർ പറയുന്ന രീതിയിൽ നിൽക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ കള്ളനായി ചിത്രീകരിച്ച് ഇദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നു. അപ്പം അവർ ചെയ്തത് വളരെ ക്രൂരമായിട്ടൊരു കൃത്യമാണ്. ഒരാളെ അയാളുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റിൽ വന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ ആ ഒരു മനുഷ്യനോട് ചെയ്തൊരു തെറ്റാണ്. അതൊരു ധൈര്യം നൽകിയത് എന്തായിരിക്കും? ആ ഒരു പാർട്ടി അംഗം ആയതുകൊണ്ട് തന്നെയല്ലേ? കാരണം കളക്ടർ ഉൾപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് വന്നിട്ട് ഇത്തരം ഒരു പരാമർശം ക്ഷണിക്കപ്പെടാതെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന് പിന്നീട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്റെ പാർട്ടി നോക്കിക്കോളും.
ഈ ഒരു ബലമല്ലേ അവിടെ വന്ന് അത്ര ഒരു പ്രസ്താവന നടത്താൻ? അതിനുശേഷവും ആ ഒരു ബലം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ അവരൊരു കുറ്റസമ്മതത്തിലേക്ക് കാരണം ആ ഒരു കുറ്റസമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്തത് ഭയങ്കര അപരാധമാണെന്നല്ല, ഇത് കൊണ്ടാണ് എങ്കിൽ ഇപ്പോഴും മരിച്ചതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തിയിട്ടില്ല, ഇതുവരെ തിരുത്തിയിട്ടില്ല. പക്ഷെ ആ മരിച്ചതിൽ നല്ല വിഷമമുണ്ട് എന്നും രേഖപ്പെടുത്തി. ആ ഒരു ധൈര്യം എവിടുന്നായിരിക്കും? ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് നീതിബോധമാണുള്ളത്? ഒരാളെ കള്ളനായി ചിത്രീകരിച്ചതിന് ശേഷം അദ്ദേഹം കള്ളനല്ല. പുതിയ പുതിയ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾ വരുന്നതുകൊണ്ടല്ലേ CPM കൃത്യമായിട്ട് അവരുടെ മുഖം സംരക്ഷിക്കാനായിട്ട് PP ദിവ്യയെ തള്ളിക്കളഞ്ഞത്. ഇനിയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, കാരണം ഇനിയും സംരക്ഷിക്കാൻ പറ്റുന്നതിന്റെ അത്രയും CPM PP ദിവ്യയെ സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി സംരക്ഷിക്കാൻ CPM കഴിയില്ല. കാരണം എന്താണ്? PP ദിവ്യയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ തെറ്റും. അതുകൊണ്ടാണ് CPM ഇനി അവരെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത്. സമൂഹം പൂർണ്ണമായി മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ ഈ സർക്കാരിനോടുള്ള എതിർപ്പ് പല രീതിയിൽ ഇനി സർക്കാരിന്റെ മുഖം സംരക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, തള്ളിക്കളയുക. കാരണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ പറയാം, കാരണം ഇങ്ങനെ ഒരു കേസ് ഉണ്ടായപ്പോൾ ഞങ്ങൾ തള്ളിയല്ലോ, ഞങ്ങൾ കൂടെ നിർത്തിയില്ല എന്ന് പറയാം. ഞങ്ങൾ എന്താ അതിന് അവസാനം പുള്ളിക്കാരി ജയിലിൽ പോയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം പുതിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക തന്നെയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ ഒരാൾ പ്രതി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരിക്കലും നമുക്ക് പ്രതിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ പ്രതിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദിവ്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും അവർ ആ കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര അപമാനം നടത്തിയിട്ടുണ്ട് എന്നത് പുറത്തു വന്നിട്ടുണ്ട്. അവർ ചെയ്ത അത് ഒരു തെറ്റ് തന്നെയാണ്. പുറത്ത് വന്നത് മാത്രമല്ല, ഇപ്പൊ അവര് പറഞ്ഞു, അത് പറഞ്ഞത് തെറ്റായിട്ടുള്ള രീതിയിലായതുകൊണ്ടല്ലേ CPM അതിനെ ഇപ്പോൾ തള്ളിക്കളയാൻ തയ്യാറായത്. മരണത്തിലേക്ക് നയിച്ചത് ഒന്ന് ആലോചിച്ചു. CPM പോലൊരു പാർട്ടി അവരുടെ ഒരു പ്രതിനിധിയെ ഈ ഒരു വിഷയത്തിൽ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവർ ചെയ്തത് തെറ്റായത് കൊണ്ടല്ലേ അവർ തള്ളിക്കളയാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇനി കൂടെ നിർത്തിയിട്ടുണ്ട് എങ്കിൽ ഭാവിയിൽ അത് തങ്ങൾക്ക് തന്നെ ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ സമയം നമ്മുടെ മുഖ്യമന്ത്രി വരെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ എത്ര സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടോ എല്ലാത്തിനോടും? കാരണം അത്ര ഒരു ഇഷ്യൂ ആയി മാറിയതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി ഇത് പ്രതികരിക്കാറുള്ളൂ. കാരണം ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് തങ്ങൾക്ക് തന്നെ ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പൊ വന്ന് പ്രതികരിച്ചത്. അത് നല്ലൊരു കാര്യമാണ്, പ്രതികരിക്കണം. താൻ കുറ്റവാളികളെ ഒന്നും കൂടെ നിർത്തുന്ന പാർട്ടി അല്ല എന്ന് വീണ്ടും തെളിയിക്കുക തന്നെയാണ് നമുക്ക് വേണ്ടത്.